നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 27. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ബലരാമ വിവാഹത്തെക്കുറിച്ചാണ്. ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിതമായതും ഇന്ദ്രാദി സർവദിക്പാലകന്മാരാലും നൽകപ്പെട്ട സമ്പത്ത് വിഭൂതികളാൽ അനുഗ്രഹീതമായതുമായ ദ്വാരകയെന്ന ദ്വാരാവതിയിൽ ദേവദേവേശനായ ദേവകീനന്ദനൻ യദുവംശതിലകനായി വാഴാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് ദ്വാരക പ്രകീർത്തിതമായ ഒരു പുണ്യനഗരിയായി തീർന്നു. മഹർഷിമാരും മഹത്തുക്കളും സദാ ദ്വാരക സന്ദർശിച്ചുകൊണ്ടിരുന്നു. നഗരവീഥികൾ ഏതു സമയവും ജനനിബിഡമായിരുന്നു. മധുരാപുരി മന്നവനായിരുന്ന ഉഗ്രസേനനെ തന്നെ ദ്വാരകയിലെ അരജനായും ഭരണാധികാരിയായും വാഴിച്ചു. ഉദ്ധവർ, സാത്യകി, അക്രൂരൻ, കൃതവർമാവ്, ഗദൻ, സാരണൻ തുടങ്ങിയവർ തന്നെയായിരുന്നു മന്ത്രിപ്രമാണികൾ. ഉഗ്രസേനനായിരുന്നു രാജാവെങ്കിലും കൃഷ്ണനായിരുന്നു യഥാർത്ഥത്തിൽ ദ്വാരകാധിപതി. ബലരാമനും ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നു. ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ എല്ലാ കാര്യവും കൃഷ്ണൻ രാമനുമായി ആലോചിക്കുമായിരുന്നു. ശൂരസേനൻ, വസുദേവർ മുതലായ പിതാക്കന്മാർ രാജ്യഭരണകാര്യങ്ങളിൽ കൈകടത്താറുണ്ടായിരുന്നില്ല. വർഷങ്ങൾ ഏതാനും കഴിഞ്ഞു. രാമകൃഷ്ണന്മാർ കൗമാരം തരണം ചെയ്ത് താരുണ്യത്തിലേക്ക് ചരണമൂന്നി. ബലരാമന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് വസുദേവർ ഉഗ്രസേനനുമായി ആലോചിച്ചു. ശീലഗുണവും രൂപഗുണവും തികഞ്ഞ ഒരു കന്യകയെ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി പല രാജകൊട്ടാരങ്ങളിലും വിവാഹ സന്ദേശകന്മാർ കയറിയിറങ്ങി. പണ്ട് സൂര്യവംശ രാജാവായിരുന്ന ശര്യാദിയുടെ ഒരു പുത്രനായിരുന്നു ആനർത്തൻ. ഭൃഗുതനയനായ ച്യവന മഹർഷി വിവാഹം കഴിച്ചിരുന്നത് ഈ ആനർത്തന്റെ സഹോദരിയായ സുകന്യയെയാണ്. ആ മന്നവന്റെ വകയായി പശ്ചിമ സമുദ്രത്തിലുണ്ടായിരുന്ന കുശസ്ഥലി എന്ന ദ്വീപാണ് ദ്വാരകയായി പിന്നീട് രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ആനർത്തന്റെ പുത്രനായി രേവതൻ എന്ന ഒരു മാനവ ശ്രേഷ്ഠൻ ജാതനായി. അദ്ദേഹത്തിന് 100 നന്ദനന്മാരും ഏറ്റവും ഇളയവളായി രേവതി എന്ന ഒരു നന്ദിനിയും ജനിച്ചു. അവൾ വളർന്ന് അതിസുന്ദരിയായ ഒരു കന്യകാമണിയായി പുലർന്നു. അവൾക്കനുരൂപനായ ഭർത്താവ് ആരായിരിക്കണമെന്നുള്ള ചിന്ത പിതാവായ രേവതന്റെ ഹൃദയത്തെ അലട്ടാൻ തുടങ്ങി. അദ്ദേഹം ബ്രഹ്മദേവനെ ചെന്ന് കണ്ട് തൻ്റെ വിഷമാവസ്ഥ ധരിപ്പിച്ചു. സാരസ്വൽഭവൻ സമാധാനപ്പെടുത്തി. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന നിനക്ക് നിന്റെ പുത്രിയുടെ കാര്യത്തെക്കുറിച്ച് ഇത്ര വിഷമം തോന്നാൻ കാരണമെന്താണ്? നീ വിഷമിക്കേണ്ട. ഇവൾ എന്നും വിവാഹം കഴിക്കുന്നതുവരെ നിത്യകന്യകയായിരിക്കും. സൗന്ദര്യത്തിനും പ്രായത്തിനും വ്യത്യാസം വരികയില്ല. യുഗങ്ങൾ കഴിഞ്ഞ് ദ്വാപരയുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ വസുദേവൻ എന്ന യാദവ ശ്രേഷ്ഠന് അനന്താംശം കൊണ്ട് ബലഭദ്രൻ എന്ന നാമധേയത്തിൽ ഒരു പുത്രൻ ജനിക്കും. അന്ന് ആ കുമാരൻ ഇവളെ വിവാഹം കഴിക്കും. നിന്റെ നന്ദിനിക്ക് വിധിക്കപ്പെട്ട വല്ലഭൻ ബലരാമനായതിനാൽ ആ കാലം വരെ കാത്തിരിക്കണം. രേവതൻ ചതുർമുഖനെ വന്ദിച്ച് വിഷാദത്തോടെ തിരിച്ചു പോന്നു. കാലം വളരെ കഴിഞ്ഞു. യുഗം അവസാനിച്ചു. ദ്വാപരയുഗം പിറന്നു. യദുവംശത്തിൽ വസുദേവപുത്രനായി ബലരാമനും അവതീർണനായി. രേവതിയുടെ മാതാപിതാക്കളും സഹോദരന്മാരുമെല്ലാം ദിവംഗതരായി. എങ്കിലും അവൾ അന്നും അതിരൂപലാവണ്യം തികഞ്ഞ ഒരു കന്യകാരത്നമായി അവശേഷിച്ചിരുന്നു. അവളുടെ ആകൃതിക്കോ പ്രായത്തിനോ യാതൊരു വ്യത്യാസവും വന്നിരുന്നില്ല. ദാതാവിന്റെ നിയോഗമനുസരിച്ച് ബലഭദ്രൻ രേവതിയെ വിവാഹം ചെയ്ത് ദ്വാരകയിലേക്ക് കൊണ്ടുപോന്നു. ദ്വാരകയായി തീർന്നിരിക്കുന്ന ആ ദ്വീപ് ഒരു കാലത്ത് അവളുടെ പിതാമഹന്റെ വകയായിരുന്നു എന്നുള്ള രഹസ്യം ആ അങ്കനാമണി അറിഞ്ഞിരിക്കയില്ല. അടുത്തത് രുക്മിണി സ്വയംവരമാണ്. ചെന്താമരക്കണ്ണന് 24 വയസ്സ് പ്രായമായി. രാമന്റെ വിവാഹം കഴിഞ്ഞു. ഇനി കൃഷ്ണന്റെ വിവാഹം കൂടി ഉടനെ നടത്തണം. പക്ഷേ അവന് യോജിച്ച ഒരു പെൺകുട്ടി എവിടെയിരിക്കുന്നു? ഈ ഭൂമണ്ഡലം മുഴുവനും തിരഞ്ഞാലും കിട്ടുമോ എന്ന സംശയമാണെന്ന് വസുദേവർ ഒരു ദിവസം ദേവികയോട് പറഞ്ഞപ്പോൾ അവൾ അതിനോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ വിവാഹം കഴിച്ചു കാണാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവന്റെ കാര്യമായതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ വല്ലതും നടക്കുമോ? അവന് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട്, രാമന്റെ പത്നി രേവതിയെ പോലെ.
അവളെ അവൻ കൊണ്ടുവന്നുകൊള്ളും. ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത്. സുഭദ്രയും പ്രായമായി വരുന്നു. അവൾക്ക് വേണ്ടിയും നല്ല ഭർത്താവിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം വിധി പോലെയൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വസുദേവർ ആ സംഭാഷണം അവിടെ നിർത്തി. അക്കാലത്ത് വിദർഭ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മകൻ എന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു സന്താനങ്ങൾ. ഏറ്റവും ഇളയവളായിരുന്നു പുത്രി. അവളുടെ പേര് രുക്മിണി എന്നായിരുന്നു. മൂത്ത പുത്രന്റെ പേര് രുക്മി എന്നുമായിരുന്നു. താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങി ഒരു ദേവലോക സുന്ദരിയേക്കാൾ സുന്ദരിയായി രുക്മിണി വളർന്നു. തൻ്റെ മകൾക്ക് അനുരൂപനായ ഭർത്താവ് ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്നും ആയതിനാൽ അവളെ ആ കോമളാംഗനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്നും അവനീപതി ആഗ്രഹിച്ചു. വിവരം പത്നിയെയും ധരിപ്പിച്ചു. മാതാപിതാക്കളുടെ ആഗ്രഹവും ഉദ്ദേശവും രുക്മിണി രഹസ്യമായി അറിഞ്ഞു. പരിചാരികമാരുടെ ചെവികളിലും ഏറെക്കുറെ അത് എത്തി. അവർ രാജകുമാരിയുടെ മുമ്പിൽ വെച്ച് ആ രാജഹംസത്തിന്റെ മഹനീയ ഗുണങ്ങളെക്കുറിച്ചും മതിമോഹന രൂപ സൗന്ദര്യാദികളെക്കുറിച്ചും പുകഴ്ത്തി പറയാനും തുടങ്ങി. കൃഷ്ണന്റെ അത്ഭുത ചരിതങ്ങളെയും അതിരറ്റ ശ്യാമള കോമള കളേബര ഭംഗിയെയും പറ്റി രുക്മിണി നേരത്തെ തന്നെ കേട്ടിരുന്നു. അന്നു മുതൽ അവളുടെ മനസ്സിൽ മാധവന്റെ മന്മഥ മനോജ്ഞ രൂപം നിഴലാടാനും തുടങ്ങി. വിദർഭ രാജകുമാരിയുടെ വിസ്മയ വിമോഹനമായ സൗന്ദര്യ വിലാസങ്ങളെക്കുറിച്ച് നന്ദാത്മജനും ദേശസഞ്ചാരികളായ വിപ്രന്മാർ പറഞ്ഞറിഞ്ഞിരുന്നു. തന്മൂലം അദ്ദേഹത്തിന് അവളോടൊരു ദിവ്യാനുരാഗം തോന്നി. ആ കാമാംഗിയെ തൻ്റെ ധർമ്മപത്നിയെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. ഭീഷ്മകന്റെ മൂത്ത പുത്രനായ രുക്മി ജരാസന്ധന്റെ ഒരു സഖിയായി കൃഷ്ണനോടെതിർത്ത് യുദ്ധം ചെയ്തവനാണ്. മഗധന്റെ മറ്റൊരു സഖിയായിരുന്ന ചേതിരാജനായ ധമഘോഷന്റെ പുത്രൻ ശിശുപാലൻ. ആ ശിശുപാലനും രുക്മിയും തമ്മിൽ വലിയ സ്നേഹിതന്മാരും സുഹൃത്തുക്കളുമായിരുന്നു. തന്മൂലം തൻ്റെ സഹോദരിയായ രുക്മിണിയെ ചേതുവനായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് രുക്മി നിശ്ചയിച്ചുറച്ചു. പിതാവായ ഭീഷ്മകൻ വൃദ്ധനും ദുർബലനുമായിരുന്നതിനാൽ പുത്രന്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു. അനുജന്മാരും ജ്യേഷ്ഠന്റെ അഭിപ്രായത്തോട് യോജിച്ചു. അങ്ങനെ രുക്മിണിയെ ചേതിപനായ ശിശുപാലന് വേളി കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച് അതിനുള്ള ശുഭദിനവും നിശ്ചയിക്കപ്പെട്ടു. ബന്ധുരാജാക്കൾക്കും പ്രഭുക്കൾക്കും ഉന്നത സ്ഥാനീയർക്കും ക്ഷണപത്രികകളും അയക്കപ്പെട്ടു. രുക്മിണി ആ വിവരം അറിഞ്ഞ് അത്യന്തം സങ്കടപ്പെട്ടു. അവളൊരു അബലയാണ്. തൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ മുമ്പിൽ ചെന്ന് തൻ്റെ മനോഗതം അറിയിക്കുവാൻ അവൾക്ക് ധൈര്യമില്ല. അഥവാ അറിയിച്ചാൽ തന്നെയും കൃഷ്ണ ദ്വേഷിയായ അവൻ അത് വകവയ്ക്കുകയില്ല. എന്താണ് വേണ്ടത്? കരഞ്ഞുകൊണ്ട് ആ കാതരമിഴി വളരെ ആലോചിച്ചു. ഒടുവിൽ വിശ്വസ്തനായ ഒരു വിപ്രസത്തമനെ വിളിച്ചു വരുത്തി അവൾ രഹസ്യമായി പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണോത്തമ, എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമല്ലോ. ഞങ്ങൾ ഈ രാജകൊട്ടാരം കൊണ്ട് കഴിയുന്നവരല്ലേ. എന്ത് സഹായമാണ് വേണ്ടത്? പറയൂ രാജകുമാരി, പറയൂ കൺമണി. അന്തണന്റെ സന്തോഷവാക്കുകൾ കേട്ട് ആ പൂന്തിങ്കൾ മുഖി സന്താപത്തോടെ പറഞ്ഞു, ആരണേന്ദ്ര, ശ്രദ്ധിച്ചു കേൾക്കണം. ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനെ ആത്മനാ ആരാധിച്ചു പ്രേമിക്കുന്ന ഒരുവളാണ് ഞാൻ. ചെന്താമരക്കണ്ണനെ ഇല്ലാതെ മറ്റാരെയും വേൾക്കുന്നതല്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അച്ഛനമ്മമാരും എൻ്റെ അഭിലാഷത്തോട് യോജിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനായ രുക്മി ചേതിപനായ ശിശുപാലനെ കൊണ്ട് എന്നെ പാണിഗ്രഹണം ചെയ്യിക്കുവാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്യേഷ്ഠന്റെ നിശ്ചയത്തെ മറികടക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിവില്ല. അവർക്ക് ജ്യേഷ്ഠനെ ഭയമാണ്. അതുകൊണ്ട് ബ്രാഹ്മണോത്തമ, അങ്ങ് ഈ നിമിഷം തന്നെ ദ്വാരാവതിയിൽ എത്തി വാരിജ നയനനെ കണ്ട് ഈ വൃത്താന്തങ്ങൾ അഖിലവും ധരിപ്പിച്ച് ആ കരുണാവാരിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അദ്ദേഹം വന്ന് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ദാസി അവളുടെ ജീവിതം ഭഗവാനു വേണ്ടി ബലിയർപ്പിക്കുമെന്നും ധരിപ്പിക്കണം. രാജകുമാരി ഒട്ടും ഭയപ്പെടേണ്ട, ഞാനിതാ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ദേവിയുടെ സർവ്വ സന്ദേശങ്ങളും അറിയിച്ച് ദേവകി നന്ദനെ ഞാനിവിടെ കൊണ്ടുവരാം. കുട്ടി സമാധാനത്തോടെ ഇരിക്കൂ. ആ ശിശുപാലനും കൂട്ടരും മഞ്ഞളുരാകി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ഭക്തവത്സലന്റെ മുഖാരവിന്ദം ഒന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കും സിദ്ധിക്കുമല്ലോ. അതെൻ്റെയും ഒരു സുഹൃതം തന്നെയാണ്. വൈദർഭിയെ ഈ വിധം സമാധാനപ്പെടുത്തി അന്തണസത്തമൻ അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു. അവിടെ എത്തി അളിവർണ്ണനെ കണ്ട് രുക്മിണിയുടെ ദയനീയ സ്ഥിതിയെയും സന്ദേശ വിവരങ്ങളെയും വിശദമായി ധരിപ്പിച്ചു. ആ കന്യകാമണിയിൽ നേരത്തെ തന്നെ അനുരക്തനായിരുന്ന
കാർമുകിൽ വർണ്ണൻ തൽക്ഷണം തന്നെ ആയുധസമേതനായി ആരണേന്ദ്രനും ഒരുമിച്ച് വിദർഭ രാജധാനിയായ കുണ്ഠിനത്തിലേക്ക് പുറപ്പെട്ടു. അന്ന് രാത്രി തന്നെ അവർ അവിടെ എത്തി. കൃപാനിധേ, നിന്തിരുവടി എന്നെ രക്ഷിക്കണമെന്ന രുക്മിണി പറഞ്ഞതായി ബ്രാഹ്മണൻ 3-4 തവണ ഭഗവാന്റെ ഹൃദയം ആർദ്രമാകുമാറ് ആവർത്തിച്ചുരുവിട്ടു. ഭീഷ്മകന്റെ ആതിഥ്യം സ്വീകരിച്ച് ആനന്ദമൂർത്തി കൃഷ്ണൻ ആ രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പ്രഭാതത്തിലാണ് വിവാഹം. അനുജൻ തനിച്ച് കുണ്ഠിനത്തിലേക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞ വലിയ ഒരു യാദവ പടയുമായി ബലരാമനും സഹായാർത്ഥം പിന്നാലെ തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ മംഗളവാദ്യങ്ങളും ഭേരീനാദങ്ങളും മുഴങ്ങി. നഗരം മുഴുവനും വർണ്ണോജ്വലങ്ങളായ കൊടിക്കൂറകളാലും തോരണങ്ങളാലും സമാലംകൃതമായിരുന്നു. വിവാഹപ്പന്തലുകളും ഉപഗ്രഹ ജാലകങ്ങളും ക്ഷണിക്കപ്പെട്ട ജനാവലികളാൽ പരിനിബിഡമായി. പന്തലിൽ വിവാഹമണ്ഡപത്തിനടുത്തുള്ള മുൻനിരകളിൽ രാജാക്കന്മാർ നിരന്നു കഴിഞ്ഞിരുന്നു. മനോഹര പട്ടാമ്പരങ്ങളാൽ ആച്ഛിതമായ വിലയേറിയ രത്നാഭരണങ്ങളും ധരിച്ച് പുരികുഴൽ പുഷ്പമാല്യങ്ങളും ചൂടി ആളിമാരാൽ അനുഗതയായി മുമ്പിൽ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി രുക്മിണി പാർവതീദേവിയെ വന്ദിക്കുവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അകത്ത് കയറി അംബികയെ പൂജിച്ച് അർച്ചനകൾ നടത്തി. കൃഷ്ണൻ തന്റെ ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കണമേ എന്നവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അനന്തരം പുറത്തു കടന്നപ്പോൾ ബ്രാഹ്മണൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ അടുത്തു ചെന്ന് പതുക്കെ ചോദിച്ചു, ദ്വിജേന്ദ്ര, കമലനയനൻ എന്നെ ഉപേക്ഷിച്ചു ഇല്ലേ? എന്നെ രക്ഷിക്കുവാൻ അദ്ദേഹം വരികയില്ലേ? ബ്രാഹ്മണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അദ്ദേഹം എപ്പോഴേ വന്നു കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ദേവി പേടിക്കേണ്ട. രുക്മിണി സന്തോഷം കൊണ്ട് മതിമറന്ന് തന്റെ കഴുത്തിൽ കിടന്ന രത്നമാലയൂരി ആ ആരണവര്യന് സമ്മാനിച്ചു. എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നോർത്ത് കാണികൾ അതിശയിച്ചു. രുക്മിണിയും തോഴിമാരും ക്ഷേത്രത്തിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് സാവധാനം നടക്കുകയാണ്. ഭുവനമോഹനമായ അവളുടെ സൗന്ദര്യം കണ്ട് സർവ്വരാജാക്കന്മാരും മന്മഥ വിഭ്രാന്തിയാൽ പരവശരായി. കല്യാണ മണ്ഡപത്തിലെ സുവർണ പീഠത്തിൽ പച്ചക്കാമദേവന്റെ ഭാവത്തിൽ പുതുമണവാളനായ ശിശുപാലൻ വന്നിരുന്നു. മുമ്പിൽ മണ്ഡപത്തിനോടടുത്ത് അവന്റെ പക്ഷക്കാരായ മഗധൻ, അങ്കൻ, കലിംഗൻ, മാളവൻ, കേകയൻ, വങ്കൻ, പൗണ്ഡ്രകൻ, കോസലൻ, സാല്വൻ, ദന്തവക്ത്രൻ, കാശിഭൂപൻ, അവന്തീശൻ തുടങ്ങിയവരും വന്ന് ഉയർന്ന മണിമഞ്ചത്തിൽ ഉപവിഷ്ടരായി. സമയം അടുത്തു. വധുവിന്റെ വരവായി. പാർവതി ക്ഷേത്രത്തിൽ നിന്നും 1000 പൊൻതാലങ്ങൾ ഏന്തിയ ആളിമാരുടെ അകമ്പടിയോടും മേളവാദ്യഘോഷങ്ങളോടും വെടിപടഹാദികളോടും മംഗളധ്വനികളോടും കൂടി മന്ദം മന്ദം വരുന്ന വധുവിനെ കാണാൻ ആളുകൾ പാതയുടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി. ആ ജനസമൂഹത്തിൽ നിന്നും അല്പം അകലെ ഒരു രഥത്തിൽ കൃഷ്ണനും വന്നിരിപ്പുണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ കണ്ട്, നോക്കൂ, എന്തൊരു സുന്ദരനായ തരുണൻ! രാജകുമാരിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് അദ്ദേഹം തന്നെയാണ്. അതിനു പകരം കശ്മലനായ രുക്മി ദുരാത്മാവായ ശിശുപാലനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചത് എന്തൊരു കഷ്ടമെന്ന് പരസ്പരം മന്ത്രിച്ചു. ഘോഷയാത്ര വിവാഹ മണ്ഡപത്തിന് സമീപമെത്തി. ആ സമയം രഥാരൂഢനായി രമാപതി വൈദർഭയുടെ അഭ്യർത്ഥനത്തിൽ വന്ന്, രുക്മിണി, ഇതാ നിന്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു, വരൂ പോകാം എന്ന് പറഞ്ഞ് ആ ലാവണ്യധാമത്തെ എടുത്ത് സ്യന്തനത്തിലിരുത്തി അത് പിന്നോക്കം പായിച്ചു. അതോടുകൂടി സർവത്ര ബഹളമായി. പെണ്ണിനെ കട്ട കള്ളനെ പിടിക്കണം. നമ്മൾ ഇത്രയും പേർ നോക്കിയിരിക്കെ നമ്മുടെ മൂക്കിന് താഴെ വന്നൊരു കള്ളൻ കന്യകയെ തട്ടിക്കൊണ്ടുപോവുകയോ? ആ പർവ്വതത്തിന്റെ മുകളിൽ കിടന്ന് അവൻ വെന്തെരിഞ്ഞ് ചത്തുപോയില്ലേ? ഇല്ലേ? ഏതായാലും ഇനിമേൽ അവനെ പുളയ്ക്കാൻ സമ്മതിക്കരുത്. ഇന്ന് അവനെ കൊന്ന് പെണ്ണിനെ വീണ്ടെടുക്കണം. എടുക്കിൻ എല്ലാവരും ആയുധം. ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മഗധൻ മറ്റു രാജാക്കന്മാരോടും സൈന്യങ്ങളോടും കൂടി മാധവരഥത്തെ പിന്തുടർന്നു. വിവാഹവേദിയിൽ നിന്നും വാശിയോടും വൈരാഗ്യത്തോടും കൂടി ശിശുപാലനും ഓടിയെടുത്തു. കൃഷ്ണൻ ഒറ്റയ്ക്ക് അവരോടെല്ലാം എതിർത്തു. രഥത്തിനുള്ളിൽ പേടിച്ചു വിറച്ചുകൊണ്ടിരുന്ന രുക്മിണിയെ ഇടയ്ക്കിടെ അദ്ദേഹം സമാധാനപ്പെടുത്തി. ഒട്ടും ഭയപ്പെടേണ്ട, ഇവരോടെല്ലാം എതിർക്കാൻ ഞാൻ ഒരാൾ മാത്രം മതി. കൃഷ്ണനെ വധിക്കണമെന്നുള്ള ഉഗ്ര വൈരാഗ്യത്തോടെ രുക്മിയും ശിശുപാലനും അതിഘോരമായി പോരാടിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ബലരാമനും സാത്വികയും യാദവ സൈന്യവുമായി അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നീട് നടന്ന പോരാട്ടത്തിൽ ശിശുപാലൻ ഉൾപ്പെടെ രാജാക്കന്മാരെല്ലാം തോറ്റു. പ്രാണഭീതിയോടെ പലായനം ചെയ്തു. ശിശുപാലനെ വധിക്കാൻ ഹൃഷീകേശനായ കൃഷ്ണൻ 2-3 തവണ ഒരുങ്ങിയെങ്കിലും അതിനുള്ള അവസരം ഇനിയും ഉണ്ടാകുമെന്ന് കണ്ട് അവനെ കൊല്ലാതെ വിട്ടുകളഞ്ഞു.
പെണ്ണിനെ മോഹിച്ച് പച്ച കാമവേഷം ചമഞ്ഞു വന്നവൻ നാണം കെട്ട് മുഖം മറച്ച് തിരിച്ചുപോയി. കാണികളും അത് കണ്ട് പുച്ഛിച്ച് അവനെ കളിയാക്കി. എല്ലാവരും പരാജിതരായി പിൻവാങ്ങിയെങ്കിലും രുക്മി മാത്രം രോഷാകുലനായി സഹോദരിയെ വീണ്ടെടുക്കാതെ താൻ ഇനി കുണ്ഠിനത്തിലേക്കില്ലെന്ന് വാശിയോടെ വില്ല് തൊട്ട് സത്യം ചെയ്തു. കൃഷ്ണനുമായി വീണ്ടും സങ്കരത്തിനാരംഭിച്ചു. ആ യുദ്ധത്തില് രുക്മി നിശേഷം തോറ്റു. കൃഷ്ണൻ അവനെ വധിക്കാനായി വാള് കയ്യിലെടുത്തപ്പോൾ രുക്മിണി സങ്കടത്തോടെ ജ്യേഷ്ഠനെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചതിനാൽ അവനെ നിഗ്രഹിക്കാതെ അതിനു പകരം അവനെ പാശം കൊണ്ട് ബന്ധിച്ച് അവന്റെ കേശ മീശാദികൾ അവിടെ മുറിച്ച് വിരൂപനാക്കി. അത് കണ്ട് രാമൻ പറഞ്ഞു, കൃഷ്ണ, നീ ചെയ്തത് ധർമ്മമല്ല. അവൻ ഇനിമേൽ നിന്റെ ബന്ധുവാണ്, നിന്റെ സ്യാലനാണ്. അതുകൊണ്ട് നീ അവന്റെ കുറ്റം ക്ഷമിച്ചവന് മാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ രുക്മിണിക്കും അത് മനോവേദനയ്ക്ക് കാരണമായി തീരും. ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് മുരളീധരൻ സമ്മതിച്ചതനുസരിച്ച് മുസലി രുക്മിയെ ബന്ധന വിമുക്തനാക്കി തിരിച്ചയച്ചു. അനന്തരം രുക്മിണി സമേതം രാമകൃഷ്ണന്മാർ ദ്വാരകയിലെത്തി. മാതാപിതാക്കളെ കണ്ട് നവവധുവിനെ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. ദേവകി സന്തോഷാശ്രുക്കൾ തൂകി പുത്രപത്നിയെ ഗാത്രത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു. പിന്നീട് ഉഗ്രസേനന്റെ ചുമതലയിൽ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ വിശ്വനാഥന്റെ വിവാഹം വിധിപ്രകാരം അത്യാഡംബരപൂർവം ദ്വാരാവതിയിൽ വെച്ച് ആഘോഷിക്കപ്പെട്ടു. തദവസരത്തിൽ വിണ്ണവർ കൽപ്പകസൂനം പൊഴിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ആ വിവാഹ മഹോത്സവത്തിൽ രുക്മിണിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ബന്ധുജനങ്ങളും സന്നിഹിതരായിരുന്നു. എന്നാൽ രുക്മി മാത്രം അതിൽ പങ്കുകൊണ്ടില്ല. അത് വിരോധം കൊണ്ടല്ലായിരുന്നു, കൃഷ്ണനുമായി നടന്ന യുദ്ധത്തെ ഓർത്തുള്ള കുണ്ഠിതം കൊണ്ട് മാത്രമായിരുന്നു. രുക്മിണിയോട് അതിരറ്റ സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠനായിരുന്നു രുക്മി. വിധിവശാൽ അങ്ങനെ സംഭവിച്ചു. സത്യപ്രതിജ്ഞയനുസരിച്ച് വൈദർഭിയെ വീണ്ടെടുക്കാൻ സാധിക്കാതിരുന്നതിനാൽ കുണ്ഠിനത്തിൽ വീണ്ടും അവൻ പിന്നീട് പ്രവേശിച്ചിട്ടില്ല. വിദർഭ രാജ്യത്തിൽ ഭോജകട എന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവൻ അവിടുത്തെ അധിപതിയായി പിന്നീട് വാഴുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം രുക്മി ഈ കുണ്ഠിനത്തിൽ പ്രവേശിച്ചിട്ടേയില്ല. ബാക്കി നമുക്ക് നാളെ പറയാം.